ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു ഉള്ളത് അതിർത്തി മേഖലയിലാണ്. സുരക്ഷാ കാരണങ്ങൾ കാരണം സ്ഥലം കൃത്യമായി പറയാൻ കഴിയില്ല. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതനുസരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. ബാലു, നേരത്തെ ബാലു നിന്ന സ്ഥലത്ത് വലിയ സ്ഫോടന ശബ്ദങ്ങൾ നമ്മൾ കേട്ടതാണ്, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഗ്രൗണ്ട് സീറോയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ബാലു? ആര്യ, ഇപ്പോഴും ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ടിരുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചിരുന്നത് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്ററിനുള്ളിലാണ് ആ സ്ഫോടന ശബ്ദം കേട്ടതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പലയിടത്തും, അതായത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിലൊക്കെയാണ് ഇപ്പോഴും ഈ ഷെല്ലിങ്ങിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ രാവിലെ നമ്മൾ കണ്ടിരുന്ന ദൃശ്യത്തിൽ അത് ആർട്ടിലറി ഫയറിംഗ് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമാരുമായും മറ്റും ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ പ്രകോപനം നടക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യയുടെ ഈ ആക്രമണം നടന്നതെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നതാകട്ടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ്. അതും ജമ്മു മേഖലയിലെ ജമ്മു, അഖ്നൂർ, പൂഞ്ച് തുടങ്ങിയ മേഖലകളിലെ സാധാരണക്കാരായ ആൾക്കാരുടെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്കും മറ്റുമാണ് ഈ ആക്രമണം, പാകിസ്ഥാന്റെ ഈ മൃഗീയമായ ആക്രമണം നടക്കുന്നത്, നിഷ്ഠൂരമായ ഈ ആക്രമണം നടക്കുന്നത് എന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ പ്രദേശങ്ങൾ, അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി പേർ ഈ പലായനം ചെയ്തു പോയിരുന്നു. അതിർത്തികളിലെ സ്ഥലങ്ങളിലെ, അതായത് ജമ്മു, അഖ്നൂർ, ഉധംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഈ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്, താമസിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ആ മേഖലകളിലേക്കാണ് ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ പ്രകോപനം നടക്കുന്നത്. മാപ്പർഹിക്കാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യാന്തര നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട്, സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ആക്രമണം നടത്തുന്നത് എന്ന് വേണം പറയേണ്ടി വരുന്നത്. ഏതായാലും ഇപ്പോഴും ഈ മേഖലകളിൽ ശക്തമായ ഷെല്ലിങ്ങും അതുപോലെ തന്നെ ആർട്ടിലറി ഫയറിങ്ങും ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പ് വരെ ഈ ശബ്ദവും മറ്റും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഈ അതിർത്തിയിൽ ഈ പാകിസ്ഥാൻ നടത്തുന്ന ഈ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പാകിസ്ഥാന് അതിനെ അർഹിക്കുന്ന ഒരു മറുപടി തന്നെ ഈ ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജമ്മു കശ്മീർ സർവീസസിലുള്ള ഒരു ആളെ നമുക്ക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ അറിയിക്കുന്നുണ്ട്. ഡിവാസ്റ്റേറ്റിംഗ് ന്യൂസ് ഫ്രം രജൌരിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് നമുക്ക് അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറായ രാജ്കുമാർ താപ്പ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്നെ അറിയിക്കുകയാണ്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ, ജമ്മു കശ്മീരിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറായിരുന്ന രാജ്കുമാർ താപ്പ രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ അറിയിക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. പാകിസ്ഥാൻ സകല മര്യാദകളും മറന്ന് എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തിയിൽ അത്രമേൽ പ്രകോപനപരമായ ആക്രമണ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് അമൃത്സറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അമൃത്സറിലെ സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ കൂടുതലുണ്ടായത്. കഴിഞ്ഞ ദിവസമൊക്കെ ഗുരുദ്വാരയിൽ നിന്ന് ഗുരു നാനാ സാഹിബിന്റെ ഗ്രന്ഥം എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സുവർണ ക്ഷേത്രത്തിൽ വിളക്കുകളെല്ലാം കെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അമൃത്സറിലെ സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ മുഴുവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. പക്ഷേ എല്ലാ ആക്രമണ ശ്രമങ്ങളെയും, എല്ലാ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെയും മിസൈൽ ആക്രമണ ശ്രമങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തകർന്ന തരിപ്പണമായി അമൃത്സറിന്റെ മണ്ണിൽ വീണ് കിടക്കുന്ന പാകിസ്ഥാന്റെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലം പരിശായി കിടക്കുകയാണ്. നമ്മുടെ റഡാർ സംവിധാനങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് അതെല്ലാം അറിയാൻ വേണ്ടിയാണ് ഡ്രോണുകളെ വിട്ടത് ഇന്ത്യൻ മണ്ണിലേക്ക് ഇന്നലെ ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ബലിസ്റ്റിക്, അതായത് ദൂരപരിധിയുള്ള മിസൈൽ
മിസൈലുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് നേരെ. അത് കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുന്നത്. പൂർണ്ണമായും എല്ലാ സകല മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള സമീപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആവർത്തിച്ച് ഞങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ നിലത്ത് വീണ് കിടക്കുന്നതൊക്കെ പാകിസ്ഥാൻ അതിനുള്ള തെളിവുകളാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാധാരണക്കാർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളുടെ, പ്രകോപനങ്ങളുടെ തെളിവാണ് ആ നിലത്ത് വീണ് കിടക്കുന്നത്, ആ കൃഷിയിടത്തിൽ വീണ് കിടക്കുന്നത്. അതിനുള്ള തെളിവാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് അയച്ച എല്ലാ ഡ്രോണുകളും, എല്ലാ മിസൈലുകളും. അതായത് ദീർഘദൂര മിസൈലായ ഫത്തേ 2 ആണെങ്കിൽ പോലും അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ, അത് നിർവീര്യമാക്കാൻ, നിഷ്പ്രഭമാക്കാൻ, ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ നമ്മുടെ ചക്രവ്യൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുദർശൻ ചക്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പാക് വിമാനങ്ങൾ തകർത്തു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഇതിനെല്ലാം ഒരു സ്ഥിരീകരണം ഇന്ന് 10 മണിക്ക് ഒരു പക്ഷേ ഇന്ത്യൻ സൈന്യം നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്താ സമ്മേളനം തന്നെയാണ്. നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 4 സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഈ 4 സംസ്ഥാനങ്ങളിലും 36 കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സലാൽ ഡാമിന്റെ 5 ഷട്ടറുകൾ കൂടി തുറന്നുവെന്ന വിവരം കൂടി ഈ സമയം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണം അത് വളരെ പ്രധാനമാണ്. പാകിസ്ഥാന്റെ 3 വ്യോമത്താവളങ്ങളാണ് ഇന്ത്യ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിൽ, ഡ്രോൺ ആക്രമണമാണെന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം വിതയ്ക്കാൻ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു പറയുന്നു 3 വ്യോമത്താവളങ്ങൾ, അത് ശ്രദ്ധേയമായ 3 വ്യോമത്താവളങ്ങളാണ്. അവിടെയാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ആ വ്യോമത്താവളങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്.